ഹലോ ഗൈസ്, വെൽക്കം ടു വിസിറ്റ് മ്യൂസിയം പാർട്ട് 2. അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റിലെ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ട്രഡീഷണൽ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഇൻസ്ട്രുമെൻസും ഒക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഉജ്ജയിനത്ത പാലസ് എന്നാണ് ഈ പേര്. അഗർത്തലയിലാണിത്. 2011 വരെ അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെ കൂടിയിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം അത് ജസ്റ്റ് ഒരു മ്യൂസിയം ആയിട്ട് മാറ്റി. ഇനി നമുക്ക് നേരെ ഓരോ സ്റ്റേറ്റ്സും നമുക്ക് കാണാം. ഇപ്പം ഞാൻ ആദ്യം കയറാൻ പോകുന്നത് നാഗാലാൻഡാണ് കേട്ടോ. നാഗാലാൻഡിൽ ഒരുപാട് ട്രൈബ്സ് ഉണ്ട് കേട്ടോ. അവരുടെ ഡ്രസ്സസ്സാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ട്രൈബ്സിനും ഓരോരോ ഡ്രസ്സസ് ആയിരിക്കും. 2004 ഞങ്ങൾ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റിൽ വരുന്നത്. അച്ഛൻ അന്ന് നാഗാലാൻഡിലായിരുന്നു അന്ന് പോസ്റ്റിംഗ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ കയറിയപ്പോൾ എനിക്ക് കുറേ ഓർമ്മകൾ വന്നേ. ആദ്യത്തെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാഗാലാൻഡിലെ മാർക്കറ്റിൽ നമുക്ക് പലതരം കാര്യങ്ങളിങ്ങനെ വിൽക്കുന്നത് കാണാം. പുഴു, സ്നെയില്, പിന്നെ ഫ്രോഗ്, അങ്ങനെയൊക്കെ. അവിടെ ഞങ്ങളൊരു 2.5 കൊല്ലം ഉണ്ടായിരുന്നിട്ടും ഒരു ഹോൺബിൽ ഫെസ്റ്റിവലിന് പോകാൻ പറ്റിയില്ല. ആ ഒരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ പുള്ളിയുടെ വേറൊരു വേർഷൻ ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. നാഗാലാൻഡിൽ നിന്ന് വാങ്ങിയതാണേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മിസോറാമാണ്. ഞാൻ മിസോറാമിൽ വന്നിട്ടില്ല കേട്ടോ. പക്ഷെ അച്ഛൻ എല്ലാ സ്ഥലത്തും ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മിസോറാം മാത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സസും അവരുടെ ഓർണമെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നേരെ മണിപ്പൂരിലോട്ട് പോകാം. ഈ കാണുന്ന ബോട്ട് പോലത്തെ സംഭവമില്ലേ, അതും എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള മിക്ക ഐറ്റംസും ഓരോരോ സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന്. ഇത് കണ്ടോ, ഈ മണിപ്പൂരി ട്രഡീഷണൽ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇവിടെയുള്ളവരെ കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് നേരെ ആസാമിലോട്ട് പോകാം. ആസാമിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് കേട്ടോ. ഗുവാഹട്ടി, ജോറാട്ട്, അങ്ങനെയൊക്കെ. കാജിരംഗ നാഷണൽ പാർക്കിലും പോയിട്ടുണ്ട് കേട്ടോ ഞാൻ. ആ വഴി പോകുമ്പം 1 ഹോൺ റൈനോസറസ് ഒരുപാടുണ്ട്. ഇങ്ങനെ നമുക്ക് അവിടെ കാജിരംഗയുടെ ഉള്ളിൽ കയറണമെന്നൊന്നുമില്ല. ആ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ദൂരെ ആ റൈനോസറസിനെ കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് നേരെ മേഘാലയയിലോട്ട് പോകാം. ആ കാണുന്ന വാച്ച് ഉണ്ടോ, അത് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട് തന്നെ ഒരു മിനി മ്യൂസിയം ആക്കാം നോർത്ത് ഈസ്റ്റിൻ്റെ. ഇത് ഇവരുടെ ട്രഡീഷണൽ ഹട്ടുകളാണ് കേട്ടോ. ഓരോ ട്രൈബ്സിനും ഓരോരോ ഹട്ടുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. മേഘാലയയിൽ ഷില്ലോങ്ങിൻ്റെ അടുത്തുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും എനിക്ക് ദൈവം സഹായിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചിറാപുഞ്ചി, എലിഫൻറ്റ് ഫോൾസ്, ഡോക്കി, പിന്നെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ്, അങ്ങനെയുള്ള മിക്ക സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ അധികം ആരും പോയിട്ടില്ലെന്നറിയുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോഴാണ്. ഞാൻ ആ സമയത്ത് നോർത്ത് ഈസ്റ്റിലെ ഒട്ടുമിക്ക സ്റ്റേറ്റ്സിലും പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാരണം അച്ഛൻ്റെ സർവീസ് ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ ഓരോരോ കുരുത്തക്കേടുകൾ കാണുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ നോർത്ത് ഈസ്റ്റിലുള്ള മിക്ക കൊട്ടാവട്ടി ഇതൊക്കെ മുള കൊണ്ടുണ്ടാക്കിയതാണ്. നല്ല രസമില്ലേ ഇതൊക്കെ. ഇവർ എല്ലാത്തിലും സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ് കേട്ടോ. വളരെ ഹാർഡ് വർക്കിങ്ങുമായിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 7 സിസ്റ്റേഴ്സിൻ്റെ ഒരേ ഒരു ബ്രദറായ സിക്കിമിനെ കാണാൻ പോകും. സിക്കിം ഞാൻ ഇതുവരെ പോവാത്തതും എന്നാൽ എനിക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്റ്റേറ്റാണ് കേട്ടോ. എന്നേലും ഒരിക്കൽ അവസരം കിട്ടുമ്പം ഞാൻ എന്തായാലും സിക്കിം വിസിറ്റ് ചെയ്യാൻ പോകും. ഇനി നമുക്ക് ത്രിപുരയിലോട്ട് പോകാം. ത്രിപുരയിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പോകാൻ പറ്റിയിട്ടില്ല. ഞാനെല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് പോകാനുള്ള ഒരു സമയമായി കേട്ടോ. ഇച്ചിരി തിരക്കിലായിരുന്നേ അന്ന്. നൗ ലെറ്റ്സ് ഗോ ടു അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ ഞങ്ങൾ ഒരുപാട് ഇരുന്നിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ തവാങ്ങിൽ ഒരു വെക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ എല്ലാവരോടും പറയും പറ്റുമെങ്കിൽ തവാങ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് തവാങ് ആയിരിക്കും. ഓട് നോട്ട് പോലെ അവർ മ്യാൻമാറിൻ്റെ 1-2 ഐറ്റംസ് കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.